എന്താണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെക്കുവാനുള്ള കാരണം? രാജിവെച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചത് എന്ന് വിശദീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ശ്രമവും ഉണ്ടായിട്ടില്ല. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജ്യസഭ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ രാജിവെച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ജൂലൈ 21-നാണ് അദ്ദേഹം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജിപ്രഖ്യാപനം നടത്തിയത്. രാഷ്ട്രപതിക്ക് സമർപ്പിച്ച രാജിക്കത്തിൽ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമായി ഉപരാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്നു മുതൽ മാധ്യമങ്ങൾ രാജിയിലേക്ക് നയിച്ച മറ്റു വഴികൾ കണ്ടുപിടിക്കുവാനുള്ള ഓട്ടത്തിലാണ്. വ്യക്തമായ കാരണങ്ങൾ ആർക്കും അറിയില്ലെങ്കിലും പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോരുത്തരും അവരുടേതായ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യം ഉണ്ടെന്ന തോന്നലും ഉണ്ടാകുന്നു. സർക്കാരുമായി അത്ര നല്ല ബന്ധമല്ല ധൻകറിന് ഉണ്ടായിരുന്നത്. സീനിയർ മന്ത്രിമാരുമായി സുഖകരമല്ലാത്ത പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്നും പറയപ്പെടുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഇന്ത്യയിൽ വന്നപ്പോൾ ഉപരാഷ്ട്രപതി തലത്തിൽ അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ചർച്ചകൾ നടക്കാതിരുന്നതും, കൂടാതെ പ്രത്യേക വാഹന സൗകര്യങ്ങൾ വേണമെന്ന അദ്ദേഹത്തിൻ്റെ പിടിവാശിയും, മന്ത്രിമാരുടെ ഓഫീസുകളിൽ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒപ്പം തൻ്റെ ഫോട്ടോ കൂടി പ്രദർശിപ്പിക്കണമെന്ന മറ്റൊരു ആവശ്യവും പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി എന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ് എങ്കിലും അതിനപ്പുറത്ത് എന്ത് പ്രശ്നങ്ങളായിരുന്നു ഈ തീരുമാനത്തിന് പിറകിലുള്ളത് എന്നുള്ളത് അവ്യക്തമാണ്. കേന്ദ്ര സർക്കാരുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും ആർക്കും വ്യക്തമായ ധാരണയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം സർക്കാരുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷേ ഈ കാരണങ്ങൾക്കപ്പുറത്തായി എന്താണ് ഉള്ളത്? കൂടുതൽ അന്വേഷിക്കുമ്പോൾ പലരും ചെന്നെത്തുന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കേസിൽ കേന്ദ്ര സർക്കാരിനെയോ പാർലമെന്ററി മന്ത്രിയെയോ അറിയിക്കാതെ അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ചയിലായിരുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് വർമ്മയെ നീക്കുവാൻ പ്രതിപക്ഷം നൽകിയ നോട്ടീസ് ഗവൺമെന്റിനെയോ പാർലമെന്ററി മന്ത്രിയെയോ അറിയിക്കാതെ സഭയിൽ സ്വീകരിക്കുകയും അത് ഗവൺമെന്റിന് വലിയ ഞെട്ടൽ ഉണ്ടാക്കുകയും ചെയ്തു. രസകരമായ ഒരു രീതിയാണ് ജഗദീപ് ധൻകറിൻ്റേത്. പതിവ് സഭാധ്യക്ഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി രോഷാകുലനായി സഭയിൽ സംസാരിക്കുന്നതും പ്രതിപക്ഷമായി നിരന്തരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും സ്ഥിരമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉപരാഷ്ട്രപതിയുടെ ഈ തീരുമാനത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകാനിടയില്ല. ധൻകറിന്റെ രാജി വിവാദമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെങ്കിലും വലിയ പോരാട്ടത്തിനൊന്നും അവർ പോകാനുമിടയില്ല. വിലയിരുത്തലുകൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ജഗദീപ് ധൻകർ തന്നെ പറയേണ്ടി വരും യാഥാർത്ഥ്യ കാര്യം എന്താണ് എന്ന്.